വീണ്ടും ഫ്രെഡോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പ്രപ്പോസിഷനാണ്, ഈ തിയറിയിലുള്ള ഒരു പ്രപ്പോസിഷൻ തന്നെയാണ് ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് നമുക്കൊന്ന് ഓർക്കാം. First we proved that if E1 is a closed subspace of a subspace E, proper subspace of E, then there exists a y0 in E with a norm of y0 equal to 1, which is at least at a distance 1/2 from E1. And then we proved that in an infinite dimensional Banach space, if the dimension of x is equal to infinity, then the identity operator is not compact. Then we proved that for every compact operator T on an infinite dimensional Banach space X, 0 is a spectral point of T. Then we proved that the point spectrum of a compact operator T on an infinite dimensional Banach space X is at most a sequence lambda I converging to 0, and every lambda I has finite multiplicity. And then we proved that the image of T lambda, which is denoted by delta lambda, is a closed subspace of X. Now we are proving this is a corollary to the previous proposition. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച പ്രപ്പോസിഷൻ്റെ ഒരു കൊറോളറിയാണിത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ്: കൺസിഡർ എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ടി ആൻഡ് ഇറ്റ്സ് ഡുവൽ ഓപ്പറേറ്റർ ടി സ്റ്റാർ. ദെൻ ഡെൽറ്റ ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ, which is nothing but image of ടി ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ. നമ്മൾ ടി സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ഇവിടെ എടുക്കുന്നത്, ഡുവൽ ഓപ്പറേറ്റർ ടി സ്റ്റാർ ആണ് എടുക്കുന്നത്. ദെൻ ടി സ്റ്റാർ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഐ എന്നുള്ള ഓപ്പറേറ്ററിനെയാണ് നമ്മളിവിടെ ടി ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇമേജ് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എന്നാണ് നമ്മൾ ഈ റിസൾട്ടിൽ പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. ടി സ്റ്റാർ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ദിസ് പ്രോപ്പർട്ടി. കഴിഞ്ഞ പ്രൊപ്പോസിഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വെനെവർ ടി ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, ഇറ്റ്സ് ഡുവൽ ഓപ്പറേറ്റർ ടി സ്റ്റാർ ഈസ് ഓൾസോ എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. സോ ദ പ്രൂഫ് ഫോളോസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ടി സ്റ്റാർ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ വെനെവർ ടി ഈസ് കോമ്പാക്റ്റ്. നൗ അടുത്ത പ്രൊപ്പോസിഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇവിടെയും നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടി ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസ് എക്സ്. ദെൻ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സ് implies and this implies kernel of T lambda equal to 0, or equivalently kernel of T lambda not equal to 0 implies delta lambda not equal to x. So delta lambda equal to x means T lambda is on 2. So whenever T lambda is on 2, kernel of T lambda equal to 0. Kernel of T lambda equal to 0 means T lambda is 1, 1. So whenever T lambda is surjective, it is injective. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് ടി സ്റ്റാർ എന്ന് പറയുന്ന ഡുവൽ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് റിസൾട്ട് ഇങ്ങനെ പറയാം: ഡെൽറ്റ ലാംഡ ബാർ സ്റ്റാർ which is this is equal to x star implies kernel of T lambda conjugate star is equal to 0. So നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ് ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സ് ഇംപ്ലൈസ് കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0. രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ടി സ്റ്റാർ കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് വൺ ഫോളോ ചെയ്തോളൂ. So first we are assuming that delta T lambda equal to x, but kernel of T lambda not equal to 0. Okay, kernel of T lambda not equal to 0 means 0 അല്ലാത്ത വേറെ ഏതോ ഒരു എലമെൻറ്റ് kernel of T lambda ഉണ്ട്. അതായത് there exists some x naught
not equal to 0 such that t lambda of x naught equal to 0. So this means x naught is in the kernel of t lambda and we have taken x naught not equal to 0. Now ഡെൽറ്റ ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഓഫ് ടി ലാംഡയാണ്. ആ ഇമേജ് ഓഫ് ടി ലാംഡ എന്ന് പറയുന്നത് ഫുൾ എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു എലമെൻ്റ് ആണ്. അതായത് എക്സ് നോട്ട് ഈസ് ഇൻ ദ ഇമേജ് ഓഫ് ടി ലാംഡ. If x naught is in the image of t lambda, we can express x naught as the image of some element in x. So there exists some x1 in capital X such that t lambda of x1 equal to 0. ഇതുപോലെ തന്നെ നമുക്കിവിടെ x2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിലുണ്ട്. അതായത് x2 എന്ന് പറയുന്നത് ടി ലാംഡയുടെ ഇമേജിലുണ്ട്. x1 എന്ന് പറയുന്നത് ടി ലാംഡയുടെ ഇമേജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് x1 ക്യാൻ ബി റിട്ടൺ ആസ് ഇമേജ് ഓഫ് സം അതർ എലമെൻറ്റ് ഓർ സം എലമെൻറ്റ്. അതിനെ നമ്മൾ x2 എന്ന് വിളിക്കുന്നു. സോ ദർ എക്സിസ്റ്റ് x2 സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് x2 ഈക്വൽ ടു x1 ആൻഡ് സോ ഓൺ. നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇൻ ജനറൽ ഫോർ ഈച്ച് k എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദർ എക്സിസ്റ്റ് xk ഇൻ ക്യാപിറ്റൽ X സച്ച് ദാറ്റ് t lambda of xk ഈക്വൽ ടു xk മൈനസ് 1 എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു xk എടുത്തു. t lambda of xk ഈക്വൽ ടു xk മൈനസ് 1. ഓക്കെ, ദെൻ we have for each k element of n t lambda power k of xk is equal to x naught. ബിക്കോസ് നമുക്കിവിടെ അറിയാം ടി ലാംഡ ഓഫ് എക്സ് കെ മൈനസ് 1 ആണ്. സോ ടി ലാംഡ സ്ക്വയർ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് ടി ലാംഡ ഓഫ് എക്സ് കെ മൈനസ് 1 ആവും. അതായത് എക്സ് കെ മൈനസ് 2. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടി ലാംഡ ടു ദ പവർ കെ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് നമുക്ക് എക്സ് കെ മൈനസ് കെ അതായത് എക്സ് നോട്ടാണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ ടി ലാംഡ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ടി ലാംഡ പവർ കെ പ്ലസ് 1 ഓഫ് എക്സ് കെ ഇസ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ആൻഡ് വി നോ ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ എക്സ് കെ എന്ന് പറയുന്ന എലമെൻറ്റ് ഇറ്റ് ഈസ് ഇൻ ദ കേർണൽ ഓഫ് ടി lambda to the power k plus 1. xk is in the kernel of t lambda to the power k plus 1 എന്ന് നമുക്ക് കിട്ടും. പിന്നെ ടി ലാംഡ ടു ദ പവർ കെ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ കേർണലിനെ നമ്മൾ എൻ കെ എന്ന് വിളിക്കുകയാണ്. സോ എൻ കെ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വേർ ടി ലാംഡ ടു ദ പവർ കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 or kernel of t lambda to the power k. ഒരു എക്സ് എൻ കെയിലുണ്ട് എന്ന് കരുതുക. ദാറ്റ് മീൻസ് ടി ലാംഡ ടു ദ പവർ കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ഇഫ് വി അപ്ലൈ ടി ലാംഡ on both sides we will get t lambda to the power k plus 1 of x is equal to t lambda of 0 and t lambda of 0 is nothing but 0. This means this x is an element of n k plus 1. അതായത് ഈ എക്സ് ടി ലാംഡ ടു ദ പവർ കെ പ്ലസ് 1ൻ്റെ കേർണലിലും ഉണ്ട്. ടി ലാംഡ ടു ദ പവർ കെയുടെ കേർണലിലുള്ള എല്ലാവരും ടി ലാംഡ ടു ദ പവർ കെ പ്ലസ് 1ൻ്റെ കേർണലിലുണ്ട്. ദാറ്റ് മീൻസ് എൻ കെ ഈസ് എ സബ്സ്പേസ് ഓഫ് എൻ കെ പ്ലസ് 1 ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി കെ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ഇൻക്ലൂഷൻ കിട്ടി. n1 is contained in n2, n2 is contained in n3 and so on. T is a compact operator, means T is a bounded operator. So T lambda എന്ന് പറയുന്നതും ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണ്, അതായത് അതൊരു കണ്ടിന്യൂസ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് വി നോ ദാറ്റ് കേർണൽ ഓഫ് എ കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻ കെ എന്ന് പറയുന്നത് ടി ലാംഡ ടു ദ പവർ കെ എന്ന് പറയുന്ന ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേർണലാണ്. സോ ഓരോ എൻ കെയും ക്ലോസ്ഡ് ഇൻ എക്സ് ആണ്. സോ നമ്മൾ ആദ്യം പഠിച്ച ലെമ്മ പ്രകാരം
we will get yk plus 1 in nk plus 1 such that norm of yk plus 1 equal to 1 and distance from yk plus 1 to nk is greater than or equal to 1 by 2. Okay. ഇനി k strictly greater than n ആണ് എന്ന് വിചാരിക്കുക. അതായത് k is greater than or equal to n minus 1 or greater than or equal to n plus 1, or equivalently I can say that k minus 1 is greater than or equal to n. അങ്ങനെയാണെങ്കിൽ we know that nk minus 1 will contain n. Okay, or kernel of t lambda to the power k minus 1 will contain kernel of t lambda to the power n എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, now we have En is contained in Ek and take z equal to yn plus t lambda of yk by lambda minus t lambda of yn by lambda. എന്തിനാണ് നമ്മൾ z ഈ രീതിയിൽ ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. സോ ഐ ആം ടേക്കിംഗ് z ലൈക്ക് ദിസ്. ഓക്കെ, ഇനി വാട്ട് ഇസ് ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1 ഓഫ് സെഡ്. അപ്പം അതിന് നമ്മൾ സെഡിൽ ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1 അപ്ലൈ ചെയ്യാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ ടേമിലും ടി ലാംഡ ടു ദ പവർ ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1 നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ വി ഹാവ് ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1 ഓഫ് yn പ്ലസ് ടി ലാംഡ ലീനിയർ ഓപ്പറേറ്റർ ആണ്. സോ ഐ ക്യാൻ ടേക്ക് 1 ബൈ ലാംഡ ഔട്ട്സൈഡ്. 1 ബൈ ലാംഡ ഓഫ് ടി ലാംഡ ടു ദ പവർ കെ ഓഫ് yk മൈനസ് 1 ബൈ ലാംഡ ടി ലാംഡ ടു ദ പവർ കെ ഓഫ് yn എന്ന് കിട്ടും. ഇതിൽ yn ഈസ് ഇൻ en. നോട്ട് en. yn ഈസ് ഇൻ nn. ഇവിടെയും ദിസ് ഇസ് ക്യാപിറ്റൽ N. So yn is an element of nn, means t lambda to the power n of yn is equal to 0. Okay, and we have nn is a subset of nk minus 1. So this means t lambda to the power k minus 1 of yn എന്ന് പറയുന്നതും 0 തന്നെയാണ്. So this term is 0. Now yk, this yk is in nk. nk എന്ന് പറഞ്ഞാൽ kernel of t lambda to the power k. So we will get t lambda to the power k of yk is also 0. So this term is also 0. ഇതേപോലെ തന്നെ yn nnലുണ്ട്, means yn is in nk. So ടി ലാംഡ ടു ദ പവർ കെ ഓഫ് yn-ഉം 0 തന്നെയാണ്. സോ ഈ 3 ടേമും 0 സോ വി ഗെറ്റ് ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1 ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0. ഓർ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ z ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ കെ മൈനസ് 1. കേർണൽ ഓഫ് ടി ലാംഡ ടു ദ പവർ കെ മൈനസ് 1-ലുള്ള ഒരു എലമെൻ്റാണ് z എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വാട്ട് ഇസ് നോം ഓഫ് tyk മൈനസ് tyn. ഓക്കെ, നമുക്കറിയാം ടി ലാംഡ ഈസ് ടി മൈനസ് ലാംഡ ഐ. ഫ്രം ദിസ് വി ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ലാംഡ പ്ലസ് ലാംഡ ഐ. സോ tyk ക്യാൻ ബി റിട്ടൺ ആസ് ടി ലാംഡ ഓഫ് yk പ്ലസ് ലാംഡ ടൈംസ് yk മൈനസ് tyn can be written as minus t lambda yn minus lambda yn, which is same as norm of lambda yk minus of lambda yn plus t lambda here we have t lambda yk. This is minus ടി ലാംഡ yk പ്ലസ് ടി ലാംഡ yn എന്ന് നമുക്ക് കിട്ടും. ഇതിലൊരു ലാംഡ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ, ഔട്ട്സൈഡ് വരുമ്പോൾ നോമിൻ്റെ ഉള്ളിലായതുകൊണ്ട് മോഡ് ലാംഡ എന്നാവും. മോഡ് ലാംഡ
times norm of yk minus yn minus t lambda yk by lambda plus t lambda yn by lambda എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഇതാണ് നമ്മൾ എൻ കെ മൈനസ് വണ്ണിലുള്ളതാണ് ഈ ബ്രാക്കറ്റിലുള്ളത്. ദിസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ കെ മൈനസ് വൺ ആൻഡ് വി നോ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം വൈ കെ ടു എൻ കെ മൈനസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. So this norm will be greater than or equal to 1/2. So we have norm of tyk minus tyn is greater than or equal to mod lambda by 2. So t of yn എന്ന് പറയുന്ന സീക്വൻസിലെ, ഇപ്പോൾ yn എന്ന് പറയുന്നത് നോം 1 വരുന്ന എലമെൻറ്റ്സ് ആയിരുന്നു. ഈച്ച് yn is of norm 1. So sequence yn is a bounded sequence. അതിൻ്റെ ഇമേജ് സീക്വൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ ഈ സീക്വൻസിലുള്ള ഏത് രണ്ട് ആൾക്കാരെടുത്താലും അവർ തമ്മിൽ അറ്റ്ലീസ്റ്റ് മോഡ് ലാംഡ ബൈ 2 ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് സീക്വൻസ് കനോട്ട് ഹാവ് എ കോഷി സബ് സീക്വൻസ്. പക്ഷെ ബൗണ്ടഡ് സീക്വൻസിൻ്റെ ഇമേജിന് കോഷി സബ് സീക്വൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ കോമ്പാക്ട്നെസ് ഓഫ് ടി. ബിക്കോസ് ടി കോമ്പാക്റ്റ് ആണെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ കോമ്പാക്ട്നെസ് ഓഫ് ടി. ഓക്കെ, സോ ടി ലാംഡ ഈക്വൽ ടു എക്സ് എന്നും കേർണൽ ഓഫ് ടി ലാംഡ നോട്ട് ഈക്വൽ ടു 0 എന്നും എടുത്തപ്പോഴാണ് നമ്മൾ ഈ കോൺട്രഡിക്ഷനിൽ എത്തിയത്. സോ അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ വെനെവർ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സ് വി ഗെറ്റ് കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0. Or equivalently we can say that if kernel of t lambda not equal to 0, then delta lambda not equal to x. And the second part follows from compactness of t star.